നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് കത്തോലിക്ക സഭ സർക്കുലർ. തുടർഭരണം നേടിവരുന്ന സർക്കാരുകൾക്ക് വരുമാനം കണ്ടെത്താനുള്ള കുറുക്കുവഴിയാണ് മദ്യനിർമ്മാണവും വിൽപ്പനയുമെന്നാണ് സർക്കുലറിലെ പ്രധാന വിമർശനം. IT പാർക്കുകളിൽ പബ്ബ് സ്ഥാപിക്കാനും എലപ്പുള്ളി ബ്രൂവറിക്ക് അനുമതി നൽകാനുമുള്ള നീക്കങ്ങളെയും സഭ വിമർശിക്കുന്നു. നാടിനെ മദ്യലഹരിയിൽ മുക്കിക്കൊല്ലാൻ ശ്രമം നടക്കുന്നു. സർക്കാരിന്റെ ലഹരിവിരുദ്ധ പദ്ധതികൾ ഫലം കാണുന്നില്ലെന്നും കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സർക്കുലർ ഇന്ന് പള്ളികളിൽ വായിക്കും. കൂടാതെ ലഹരിക്കെതിരായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കേരള കത്തോലിക്ക സഭ ഇന്ന് മദ്യവിരുദ്ധ ഞായറാഴ്ച ആചരിക്കും. ബിജു ജോസഫിന്റെ കൊലപാതകം. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൊല്ലപ്പെട്ട ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും രാവിലെ ആരംഭിക്കും. ബിജു പ്രതികളുടെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായെന്നാണ് ഇൻക്വസ്റ്റ് പരിശോധനയിൽ വ്യക്തമാകുന്നത്. ഷൂലേസ് കൊണ്ട് കൈകൾ ബന്ധിച്ചിരുന്നു. മുഖത്തും തലയിലും പരിക്കേറ്റ പാടുകളുണ്ട്. മർദ്ദനത്തെ തുടർന്ന് ബിജു രക്തം ഛർദ്ദിച്ചുവെന്നാണ് വിവരം. ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഒമ്നി വാൻ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബിജുവിന്റെ ഇരുചക്ര വാഹനവും പ്രതികൾ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. ഈ തെളിവുകൾക്കായി പോലീസ് പരിശോധന ആരംഭിച്ചു. ബിജു ജോസഫ് കൊലക്കേസിൽ മുഖ്യപ്രതിയും ബിജുവിന്റെ മുൻ ബിസിനസ് പങ്കാളിയുമായ ജോമോന്റെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. 14-കാരൻ ഓടിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞ സംഭവം. അമ്മയ്ക്കെതിരെ കേസ്. മട്ടന്നൂരിൽ 14-കാരൻ ഓടിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞ സംഭവത്തിൽ വാഹന ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. വാഹനം ഓടിച്ച കുട്ടിയുടെ അമ്മയുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. അമ്മയുടെ പേരിലാണ് വാഹനത്തിന്റെ ലൈസൻസ്. വീട്ടുകാർ അറിയാതെ സ്പെയർ താക്കോൽ കൈക്കലാക്കിയാണ് കുട്ടികൾ കാർ എടുത്തതെന്ന് പോലീസ് പറഞ്ഞു. ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയതാണ് അപകട കാരണം. അതേസമയം മോട്ടോർ വാഹന വകുപ്പും കേസെടുക്കും. കീഴല്ലൂർ തെളുപ്പിലാണ് അപകടം നടന്നത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൊല്ലത്ത് ബാറിനുള്ളിൽ കത്തിക്കുത്ത്. യുവാവ് കുത്തേറ്റ് മരിച്ചു. കൊല്ലം ചടയമംഗലത്ത് ബാറിനുള്ളിൽ കത്തിക്കുത്ത്. സംഭവത്തിൽ ചടയമംഗലം സ്വദേശി സുധീഷ് കുത്തേറ്റ് മരിച്ചു. ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് സുധീഷിനെ കുത്തിയത്. സെക്യൂരിറ്റി ജീവനക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുധീഷിന്റെ മൃതദേഹം കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. CIT തൊഴിലാളിയാണ് കൊല്ലപ്പെട്ട സുധീഷിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് CITയും CPMും ഇന്ന് ചടയമംഗലത്ത് പ്രാദേശിക ഹർത്താലിന് ആഹ്വാനം ചെയ്തു. കായംകുളത്ത് CPM നേതാവിനെതിരെ നടപടി. സ്വകാര്യ കോളേജിലെ നഴ്സിംഗ് അഡ്മിഷൻ വാഗ്ദാനം ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ തട്ടിയ പരാതിയിൽ CPM നേതാവിന് സസ്പെൻഷൻ. പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം S സുഭാഷിനെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഇയാൾക്കെതിരെ 6 പരാതികളാണ് പാർട്ടിക്ക് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പാർട്ടി നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞായിരുന്നു സുഭാഷ് തട്ടിപ്പ് നടത്തിയത്. കൂടാതെ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടന്നതായും പരാതിയുണ്ട്. പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചു.